ശ്രീ എം.എസ്. വേണുഗോപാൽ ഇത് തൻ്റേതല്ലാത്ത കാരണത്താൽ ഇങ്ങനെ ഒരു കേസിൽ പെട്ടുപോയതാണ്. കൊലപാതകം നടന്നിട്ടുണ്ട്, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം അവർ തന്നെ കോടതിയിൽ വിശദീകരിച്ചതാണ്. പക്ഷേ കോടതി അത് കേൾക്കുവാൻ തയ്യാറായില്ല. ഈ ട്രയൽ സമയത്ത് പോലും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഭാഷയുടെ പ്രശ്നമുണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. താൻ കൊലപാതക ഉദ്ദേശത്തിലല്ല ചെയ്തതെന്ന് അവർ കോടതിയിൽ പറഞ്ഞിരുന്നു, അല്ലേ? കൊലപാതകം അതിന് താനുണ്ട്, അതിൽ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം അവർ സമ്മതിച്ചതാണ്. അപ്പോൾ ഒരു ദയ അർഹിക്കുന്നുണ്ട് നിമിഷപ്രിയ. പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു അവിടെ ഈ തലാ മെഹദി അയാളുടെ ഭാഗത്തു നിന്നുള്ള പീഡനം ഉണ്ടായിരുന്നു, യാത്രാരേഖകൾ തടഞ്ഞു വെച്ചിരുന്നു. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് ഈ കൊലപാതകം നടന്നത്. അപ്പോൾ എന്തായാലും ഈ വധശിക്ഷയിൽ നിന്നുള്ള ഒരു ഇളവ് അത് ഒരു മാനുഷികപരമായ പരിഗണനയാണ്. അതിപ്പോൾ അതിലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ലേ? ഈ നയതന്ത്ര വിജയം എന്ന് പറയാം. അത് രാജ്യവും തമ്മിലുള്ള ഇടപെടൽ, യമനുമായിട്ടുള്ള ഇടപെടലിൽ നേരിട്ടത് ഫലം കണ്ടില്ല എങ്കിലും ഇങ്ങനെയൊരു സമാന്തരമായ ചർച്ചകളിലൂടെ അത് വിജയത്തിലേക്ക് വരികയാണ്. ഇതിൽ 2-3 സെക്ഷനായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, നിമിഷപ്രിയ എന്ന് പറയുന്ന ആ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അവസാന നിമിഷങ്ങളിൽ പോലും അവരുടെ ജീവന് പ്രിയകരമായ വിധത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ കൊണ്ട് അവർക്ക് ജീവിതം നീട്ടിക്കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. 2017 ശേഷം, അതായത് ഈ കൊല 2017 ശേഷം ഇന്ന് വരെ അവർക്ക് ഒരു നീതി ലഭിച്ചോ എന്ന കാര്യത്തിൽ സംശയമാണ്. അത് ലഭിച്ചത് ഈ അവസാന നിമിഷപ്രിയയുടെ അവസാന നിമിഷത്തിലെ ഈ ദിവസങ്ങളിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളത് ഇന്ത്യ മുഴുവൻ ആദരിക്കേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം യമൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്നിപ്പോൾ ഇവിടെ ജവാദ് പറഞ്ഞ പോലെ ആകെ തകർന്നു കിടക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് ഒരു ഭരണകൂടം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. 3 റീജിയണായിട്ട് തിരിഞ്ഞുകൊണ്ട് അവിടെ ഇപ്പോൾ അതിൽ അകപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഏറ്റവും മോശമായൊരു സ്ഥലത്താണ്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് വന്ന് ഇങ്ങനെ ഒരു കഷ്ടപ്പാടിൽ അവർ പെട്ടത് വലിയ ദയനീയമായിപ്പോയി. കാരണം അവർക്ക് കോടതിയിൽ പോലും ശരിക്കും ഒരു ട്രാൻസ്ലേറ്റർ പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. എനിക്ക് സംശയം അവർക്ക് കോടതിയിൽ അവർക്ക് കിട്ടിയ പീഡനം പറയാൻ അവസരം ലഭിച്ചോ എന്ന് തന്നെയാണ് എനിക്ക് സംശയം. കാരണം ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു ട്രാൻസ്ലേറ്റർ പോലും അവർക്ക് കിട്ടിയില്ല. അവർക്ക് കിട്ടിയ വക്കീലാണെങ്കിൽ യാതൊരു വകയ്ക്കും കൊള്ളാത്ത ഒരു വക്കീലായിരുന്നു. ഇതൊക്കെ അവർ അനുഭവിച്ച വലിയ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ ആദ്യം പ്രാദേശിക കോടതി അവരെ വിധിച്ചു, അതിനുശേഷം വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷ അവിടുത്തെ സുപ്രീം കൗൺസിൽ, അതായത് സുപ്രീം കോടതി, ജുഡീഷ്യൽ സുപ്രീം കൗൺസിൽ എന്ന് പറയുന്നത് ജുഡീഷ്യൽ സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി തന്നെ ശരിവെച്ചു. അപ്പോൾ ശരിവെച്ച് കഴിഞ്ഞാൽ ഈ ശരീഅത്ത് നിയമപ്രകാരം, ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഒരാളെ അങ്ങനെ ശിക്ഷിക്കാൻ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടതിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ചെയ്യാനുള്ളത് ഈ ശരീഅത്ത് നിയമപ്രകാരം അത് ആർക്കാണോ അഫക്റ്റ് ചെയ്തത് അവർക്കാണ് ഒരു മാപ്പ് കൊടുക്കാനുള്ള അവകാശമുള്ളത്. അത് ഇങ്ങനെ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള അവകാശമാണ് ഉണ്ടായിരുന്നത്. ആ അവകാശത്തിന് വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നിമിഷപ്രിയയുടെ അമ്മയും ഒക്കെ അടക്കം പലരും ശ്രമിച്ചെങ്കിൽ പോലും അതൊന്നും ഫലവത്തായില്ല. അതിന് പ്രധാന കാരണം അവിടുത്തെ ഈ ട്രൈബൽ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളവർ, അവിടുത്തെ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ നിമിഷപ്രിയയുടെ വധത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നവരായിരുന്നു എന്നുള്ളതാണ്. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇന്ത്യക്കാരി, പിന്നെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇങ്ങനെ മൃഗീയമായി കൊന്നു എന്നൊക്കെയുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കഥകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അവിടുന്ന് ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഇല്ലായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിനാണെങ്കിൽ നേരിട്ട് അവിടെ ബന്ധപ്പെടാനുള്ള യാതൊരു പഴുതുമില്ല. പിന്നെ 100ഓളം വ്യക്തികളും സംഘടനകളും ഒക്കെ ഇതിനായിട്ട് ശ്രമം നടത്തിയെങ്കിലും ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം യമനിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ നടക്കുന്ന അത്രയ്ക്ക് കലുഷിതമായ പ്രശ്നങ്ങളാണ്. 2,16,00,000 അവിടുത്തെ ജനസംഖ്യ. അതിൽ ഏതാണ്ട് 60 ലക്ഷം ജനങ്ങൾ പട്ടിണിയിലാണ്, പട്ടിണിയിലാണ്. അൽ ജസീറയുടെ റിപ്പോർട്ട് ഞാൻ ഒരാഴ്ചത്തെ നോക്കിയത് പ്രകാരം തന്നെ 5 കുട്ടികൾ ഇവിടെ ബോംബ് പൊട്ടി മരിച്ചു. പിന്നെ ഇസ്രായേലിൻ്റെ ഷിപ്പിനെ ഹൂതികൾ ആക്രമിച്ച് അത് തകർത്തു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഹ്യൂമൻ റൈറ്റ്സിന് യാതൊരു വിലയുമില്ല. അവിടെയുള്ളവരുടെ തന്നെ മരണങ്ങളും അവിടെയുള്ളവരുടെ തന്നെ കലാപങ്ങളും അവിടെയുള്ളവരുടെ തന്നെ ഒളിച്ചോടലും ഓടിപ്പോക്കും ഇതൊക്കെ കാരണം അവിടെ ഹ്യൂമൻ റൈറ്റ്സിന് ഒരു സ്കോപ്പ് ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെ എങ്ങനെ ഈ അത്ഭുതം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സാധിച്ചെടുത്തു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയമായി തോന്നുകയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഇറാൻ വഴിയാണ്, ഇറാനിലെ പ്രതിനിധി, നമ്മുടെ എംബസിയും ഇറാനിലെ നമുക്ക് ഇറാൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ
ഈ കോർഡിനേഷനൊക്കെ നടത്തിക്കൊണ്ട്, കാരണം നേരിട്ട് നമുക്ക് ഹൂത്തികളുമായിട്ട് അങ്ങനെ ബന്ധപ്പെടാനുള്ള സൗകര്യമില്ല, നമുക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഇല്ല. മറ്റ് പല കാരണങ്ങളാലും ഇസ്രയേലിൻ്റെയൊക്കെ സാമീപ്യമൊക്കെ കൊണ്ടായിരിക്കാം അവർക്ക് നമ്മളോട് വലിയ പകയുള്ള സാഹചര്യങ്ങളുമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് ഇറാൻ വഴി മാക്സിമം ശ്രമം നടത്തി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇൻ്റർനാഷണൽ കമ്മിറ്റി അടക്കമുള്ളവർ പല ശ്രമങ്ങളും നടത്തി. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സിക്യൂഷൻ പിന്നെ ഈ വധ നടത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നത്, ഒഫീഷ്യലായിട്ട് ഈ നടത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നത് ഈ യമനാണ്. അവിടെ ഈ 24 തന്നെ അതൊരു റെക്കോർഡാണെന്നാണ് പറയുന്നത്, ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ. അപ്പം വധശിക്ഷ നടപ്പിലാക്കുന്ന അവിടെ ഒരു വിട്ടുവീഴ്ചയും നടക്കാത്തൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു വധശിക്ഷ നീട്ടിക്കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ഒരത്ഭുതമായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അത്രയ്ക്ക് വലിയൊരു മഹത്തായ സംഭവമാണ് നടന്നിരിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് അവരുടെ കുടുംബത്തിനും ഞാൻ പറഞ്ഞില്ലേ 2017 മുതൽ ഇന്ന് വരെ കിട്ടാത്ത ഒരു നീതിയാണ് കിട്ടിയിരിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കഠിനാധ്വാനിയായ സ്ത്രീയാണ്. അവർ ജീവിക്കാൻ വേണ്ടി അവിടെ പോയതാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അവിടെ, കാരണം കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടി ജീവിച്ച അവരുടെ കുടുംബമടക്കം അമ്മയടക്കമുള്ളവർ വളരെ ബുദ്ധിമുട്ടി ജീവിച്ചവരാണ്. അവരവിടെ ചെന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഉണ്ടാക്കിയത്. അതിനുവേണ്ടിയാണ് ഈ തലാൽ മെഹദിയായിട്ട് കൂട്ട് ഉണ്ടാക്കിയതും. അങ്ങനെ മാത്രമേ അവിടെ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്താൻ കഴിയുള്ളൂ. അതിനുവേണ്ടി അവർ ശ്രമം നടത്തുകയും 2015 അവരോട് പലരും പറഞ്ഞെന്നാണ് പറയുന്നത്, അവിടുന്ന് വിട്ടുപോക്കോ, കാരണം ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പോലും ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി അവിടെ വന്ന സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഇത് 1-2 വർഷം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എനിക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇയാളുടെ നിരന്തരമായ ശല്യവും അതുപോലെ തന്നെ പണം ഉൾപ്പെടെയുള്ളത് ഇവരെ അപഹരിച്ച് പോവുകയും കൂടെ ചെയ്യുന്നത് കണ്ടപ്പം ഈ കഷ്ടതകൾ എനിക്ക് എന്തിനാണ്, ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ഡോക്ടർ വഴി ഇങ്ങനെ ഒരു സൊല്യൂഷൻ അവർ കണ്ടത്, ഇയാളെ മയക്കി കടത്തിയിട്ട് രക്ഷപ്പെടുക എന്നത്. പക്ഷേ മയക്കി കടത്തിയ എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചെങ്കിലും അതിൻ്റെ ഡോസ് കൂടിപ്പോയതുകൊണ്ട് ഇയാളുടെ മരണമാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് അവർ ഇൻറ്റൻഷനലി ഒരു കൊല നടത്തിയിട്ടില്ല എന്നുള്ളത് അവിടുത്തെ കോടതികളെ പോലും കൺവിൻസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴാണ് നിമിഷപ്രിയയുടെ അവസാന നിമിഷങ്ങളിലാണ് നിമിഷപ്രിയയ്ക്ക് നീതി കിട്ടിയത്. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വഴിയാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. കാരണം ഇതൊരു ദൈവത്തിൻ്റെ ഒരു അത്ഭുത കളി പോലെയാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. ശരി, ശ്രീ